തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രമായ സിംഗപ്പൂർ. ലോകഭൂപടത്തിൽ നമുക്കൊരു പൊട്ടുപോലെ കാണാമെങ്കിലും അത്ഭുതപ്പെടുന്ന വളർച്ചയും പുരോഗതിയുടെയും കഥയാണ് സിംഗപ്പൂരിന് പറയാനുള്ളത്. ലയൺ സിറ്റി എന്നർത്ഥം വരുന്ന സിംഗപ്പൂര് ഒരു കാലത്ത് മലേഷ്യയുടെ ഭാഗമായിരുന്ന ഒരു മത്സ്യബന്ധന ഗ്രാമം മാത്രമായിരുന്നു. 1819 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായ സ്റ്റാംഫോർഡ് റാഫിൾസ് സിംഗപ്പൂരിലെത്തുകയും അതൊരു പ്രധാന വ്യാപാര കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തതോടെയാണ് സിംഗപ്പൂരിന്റെ വളർച്ച ആരംഭിക്കുന്നത്. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ അധിനിവേശവും തുടർന്ന് ബ്രിട്ടീഷ് ഭരണവും അവസാനിച്ചതിന് ശേഷം 1965 ഓഗസ്റ്റ് 9 സിംഗപ്പൂര് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ലീ ക്വാൻ യു എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ കീഴിൽ സിംഗപ്പൂര് അതിവേഗം സാമ്പത്തികമായി വളരുകയും വികസിത രാജ്യങ്ങളിലൊന്നായി മാറുകയും ചെയ്തു. ഇന്ന് സിംഗപ്പൂര് ഒരു ആഗോള സാമ്പത്തിക വ്യാപാര ഗതാഗത ഹബ്ബാണ്. ചുരുക്കത്തിൽ സിംഗപ്പൂരിന്റെ സാമ്പത്തിക വിജയം സാങ്കേതിക വിദ്യ, ഫൈനാൻഷ്യൽ സേവനങ്ങൾ, വ്യാപാരം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വികസിതവും ധനികവുമായ രാജ്യങ്ങളിലൊന്നായി മാറിയത്. സിംഗപ്പൂര് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. വിവിധ സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ. ചൈനീസ്, മലായി, ഇന്ത്യൻ, യൂറോപ്പ് സംസ്കാരങ്ങളുടെ സ്വാധീനം ഇവിടുത്തെ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും കാണാം. ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, മനോഹരമായ കെട്ടിടങ്ങൾ, ആധുനിക ഗതാഗത സംവിധാനങ്ങൾ എന്നിവ സിംഗപ്പൂരിന്റെ പ്രത്യേകതകളാണ്. ഒരു ആധുനിക നഗരമായിരിക്കുമ്പോൾ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ സിംഗപ്പൂർ വലിയ ശ്രദ്ധ നൽകുന്നു. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സിംഗപ്പൂരിൽ നിറയെ പച്ചപ്പും മനോഹരമായ ഉദ്യാനങ്ങളുമുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സിംഗപ്പൂരിൽ സന്ദർശിക്കാൻ മനോഹരമായ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് മെർലിയോൺ പാർക്ക്. സിംഗപ്പൂരിന്റെ പ്രതീകമായ മെർലിയോൺ പ്രതിമ ഇവിടെയാണ്. സിംഹത്തിന്റെ തലയും മത്സ്യത്തിന്റെ ഉടലുമുള്ള ഈ പ്രതിമ സിംഗപ്പൂരിന്റെ പൗരാണിക ചരിത്രത്തെയും മത്സ്യബന്ധന പാരമ്പര്യത്തെയും സൂചിപ്പിക്കുന്നു. അടുത്തതായി ഗാർഡൻസ് ബൈ ദ ബേ, ഗാർഡൻ ഓഫ് ദി ഫ്യൂച്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത് സൂപ്പർ ഗ്രോവ്, ഫ്ലോർ ഡോം, ക്ലൗഡ് ഫോറസ്റ്റ് തുടങ്ങിയ ആകർഷണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. രാത്രികാലങ്ങളിൽ ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അതിമനോഹരമാണ്. അടുത്തതായി മെറീന ബേ സാൻഡ്സ്, സിംഗപ്പൂരിന്റെ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഈ ആഡംബര റിസോർട്ട്. ഇതിനു മുകളിലുള്ള സ്കൈ പാർക്ക്, ഇൻഫിനിറ്റി പൂളും നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകളും നൽകുന്നു. അടുത്തതായി സെന്റോസ ഐലൻഡ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, SEA അക്വേറിയം, റിസോർട്ട്സ് വേൾഡ് തുടങ്ങിയ നിരവധി ആകർഷണങ്ങളുള്ള ഒരു വിനോദ ദ്വീപാണിത്. അടുത്തതായി ചൈന ടൗൺ, ലിറ്റിൽ ഇന്ത്യ. ഈ പ്രദേശങ്ങൾ സിംഗപ്പൂരിന്റെ വിവിധ സംസ്കാരങ്ങളെ അടുത്തറിയാൻ സഹായിക്കുന്നു. രുചികരമായ ഭക്ഷണം, പരമ്പരാഗത കടകൾ, വർണ്ണാഭമായ കെട്ടിടങ്ങൾ എന്നിവ ഇവിടെ കാണാം. സിംഗപ്പൂർ സൂ നൈറ്റ് സഫാരി, ലോകത്തിലെ ഏറ്റവും മികച്ച മൃഗശാലകളിൽ ഒന്നാണിത്. രാത്രികാലങ്ങളിൽ മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ കാണാൻ അവസരം നൽകുന്ന നൈറ്റ് സഫാരിയുടെ ഒരു വ്യത്യസ്ത അനുഭവമാണ്. ഇത് കൂടാതെ ഇനിയും നിരവധി കാഴ്ചകൾ നിങ്ങളെ കാത്ത് സിംഗപ്പൂരിലുണ്ട്. ലൈഫിൽ ഒരിക്കലെങ്കിലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട കൺട്രികളിലൊന്നാണ് സിംഗപ്പൂർ. സിംഗപ്പൂർ ലോകത്തിലെ സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നാണ്. കർശനമായ നിയമങ്ങളും ശിക്ഷകളും കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിനും ചൂയിങ്കം തുപ്പുന്നതിനും മയക്കുമരുന്ന് കിടത്തുന്നതിനുമൊക്കെ ഇവിടെ വലിയ പിഴയും കഠിനമായ ശിക്ഷകളുമാണുള്ളത്. അതിനാൽ നിയമങ്ങൾ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സിംഗപ്പൂർ സെയിലിലേക്ക് വരാം. എല്ലാ വർഷത്തിന്റെയും മധ്യത്തിൽ, സാധാരണയായി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നടക്കുന്ന ഒരു വലിയ ഷോപ്പിംഗ് മേളയാണ് ഗ്രേറ്റ് സിംഗപ്പൂർ സെയിൽ. ഈ സമയത്ത് വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, ആഭരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ കിഴിവുകളും ലഭിക്കും. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. സിംഗപ്പൂർ സെയിൽ ആദ്യമായി ആരംഭിച്ചത് 1994ലാണ്. സിംഗപ്പൂർ ടൂറിസവും റീറ്റെയിൽ അസോസിയേഷനും ചേർന്നാണ് ഈ പരിപാടി നടത്തുന്നത്. വർഷത്തിന്റെ മധ്യത്തിൽ പൊതുവെ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുന്ന സമയത്ത് റീറ്റെയിൽ സെയിൽസും ടൂറിസവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇവരിത് ആരംഭിച്ചത്. തുടക്കം മുതൽ തന്നെ ഗ്രേറ്റ് സിംഗപ്പൂർ സെയിൽസ് ഒരു വലിയ ദേശീയ പരിപാടിയായി മാറി. മിക്കവാറും എല്ലാ റീറ്റെയിൽ കടകളും, ഷോപ്പിംഗ് മാളുകളും, റെസ്റ്റോറന്റുകളും, വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ വിൽപ്പന മഹോത്സവത്തിൽ പങ്കെടുത്തു. മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് സിംഗപ്പൂര് ഒരു മികച്ച ഷോപ്പിംഗ് കേന്ദ്രമായി മാറി. സിംഗപ്പൂരിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇത് വലിയൊരു കൈത്താങ്ങായിരുന്നു. സ്വദേശികളും വിദേശികളും എല്ലാവരും ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. കാലക്രമേണ ഈ കൊമേഴ്സിന്റെ വളർച്ചയും ഉപഭോക്താക്കളുടെ ശീലങ്ങളിലെ മാറ്റങ്ങളും അനുസരിച്ച് ഗ്രേറ്റ് സിംഗപ്പൂർ സെയിൽ പുതിയ രൂപം കൈക്കൊണ്ടു. മുമ്പ് ആളുകൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് ഓൺലൈൻ സൈറ്റുകളും ആപ്പുകളും വ്യാപകമായതോടെ കസ്റ്റമേഴ്സിന് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള അവസരമായി. അതുകൊണ്ട് ഗ്രേറ്റ് സിംഗപ്പൂർ സെയിൽ ഇപ്പോൾ വെറും ഫിസിക്കൽ സ്റ്റോറുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കടകൾ അവരുടെ ഓൺലൈൻ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഒരേ സമയം ഓഫറുകൾ നൽകുന്നു. മുമ്പ് ഗ്രേറ്റ് സിംഗപ്പൂർ സെയിൽ മാത്രമായിരുന്നു സിംഗപ്പൂരിലെ വലിയ വിൽപ്പന ഉത്സവം. എന്നാൽ ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ, 11/11 സിംഗിൾ ഡേ, ക്രിസ്മസ് സെയിൽ തുടങ്ങിയ ആഗോള വിൽപ്പനാ ദിനങ്ങളിലും സിംഗപ്പൂരിൽ വലിയ ഓഫറുകൾ ലഭിക്കുന്നുണ്ട്. പുതിയ ഗ്രേറ്റ് സിംഗപ്പൂർ സെയിൽസിൽ വെറും ഡിസ്കൗണ്ടുകൾക്കപ്പുറം ഉപഭോക്താക്കൾക്കായി പ്രത്യേക പരിപാടികൾ, വർക്ക്ഷോപ്പുകൾ, പോപ്പ്-അപ്പ് സ്റ്റോറുകൾ, മറ്റ് ബ്രാൻഡുകളുമായുള്ള സഹകരണങ്ങൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. ഷോപ്പിങ്ങിനോടൊപ്പം വിനോദത്തിനും പ്രാധാന്യം നൽകുന്നു.
ഇനി ഇന്ത്യക്കാർക്ക് സിംഗപ്പൂരിലോട്ട് സഞ്ചരിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. സിംഗപ്പൂർ വിസയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. സിംഗപ്പൂർ എമിഗ്രേഷൻ ആൻഡ് ചെക്ക് പോയിന്റ് അതോറിറ്റി വഴിയോ അല്ലെങ്കിൽ അംഗീകൃത ഏജൻസികൾ വഴിയോ നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കാം. അതിനായി ആവശ്യമുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട്. 2. പൂരിപ്പിച്ച വിസ അപേക്ഷാ ഫോം. 3. പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 4. എയർ ടിക്കറ്റിന്റെയും ഹോട്ടൽ ബുക്കിങ്ങുകളുടെയും വിവരങ്ങൾ. 5. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പോലെയുള്ള സാമ്പത്തിക രേഖകൾ. സംടൈംസ് ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ ഓർ ട്രാവൽ പ്ലാൻ മേ ബി റിക്വസ്റ്റഡ്. സാധാരണയായി വിസ ലഭിക്കാൻ കുറച്ച് ദിവസങ്ങൾ മതിയാവും. എന്നാൽ യാത്രാ തീയതിക്ക് മുമ്പ് മതിയായ സമയം നൽകി അപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വിസയുടെയും പാസ്പോർട്ടിന്റെയും കോപ്പികൾ എപ്പോഴും കയ്യിൽ കരുതുക. ഏകദേശം 30 ദിവസത്തെ താമസത്തിനുള്ള ടൂറിസ്റ്റ് വിസയാണ് ലഭിക്കുക. എൻട്രി സമയത്ത് ഹോട്ടൽ ബുക്കിങ്ങുകളും വിമാന ടിക്കറ്റുകളും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കേട്ട് ടെൻഷൻ ആവുമൊന്നും വേണ്ട. നിങ്ങളൊരു സിംഗപ്പൂർ യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ട്രാവൽ ചെയ്യാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. സിംഗപ്പൂരിലേക്ക് നിരവധി കസ്റ്റമൈസ്ഡ് പാക്കേജുകളാണ് എയർബോൺ ട്രാവൽസ് ഒരുക്കിയിരിക്കുന്നത്. 30 വർഷത്തിലധികം സേവന പാരമ്പര്യമുള്ള എയർബോൺ ട്രാവൽസ് ഈ യാത്രയിൽ ഉടനീളം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും അവിടുത്തെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നവരെ ബൈ.